അല്ലെങ്കിൽ പെരുന്നാളിന്റെ തലീസം വരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മുന്നിട്ടാണ് നടക്കാനുള്ളത് വേറെ ഹരമുള്ള പരിപാടിയാണ്. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ പൂയിട്ടാ കൊയ്യാത്ത കടലിന്റെ ഇടയിൽ നമ്മൾ മണ്ടി പായണം, അല്ലെങ്കിൽ ആ പെരുന്നാളിന്റെ വൈബാണ് കിട്ടൂല. നമ്മുടെ ചങ്ങായിമാർ അങ്ങനെ എന്തായാലും പെരുന്നാൾ തലീസം രാത്രി ഇറങ്ങിക്കാണ് ഡ്രസ്സ് വെപ്പാനും വേണ്ടിയിട്ട്. അങ്ങനെ എന്തായാലും എല്ലാവരും ഇപ്രാവശ്യം പട്ടാമീന്ന് എടുക്കുന്നു പറഞ്ഞ് നമ്മൾ ചെപ്പശ്ശേരി ചർച്ച എന്നും പറഞ്ഞ് അങ്ങോട്ട് പോയതാണ്. എല്ലാവരും അപ്പുറത്ത് എടുക്കുമ്പോൾ ഇപ്പുറത്ത് വെറൈറ്റി കിട്ടുന്നതുകൊണ്ട്. പക്ഷേ നമ്മൾ ചാമ്പപ്പെട്ടു എന്നുള്ളത് നമുക്ക് പിന്നെയാണ് മനസ്സിലായത്. അത് നിങ്ങൾക്കും വയ്യ മനസ്സിലാവും. ഷർട്ട് പാൻറ് എടുക്കാൻ വേണ്ടി വന്ന വിളക്കന്മാർ പിന്നെ കാട്ടിക്കൂട്ടുന്നുണ്ട്. അല്ല കടകളിൽ എന്തൊക്കെ സാധനം അതൊക്കെ വാരി വലിച്ച് കൈ കൊണ്ട് തലക്കൂടെ കെട്ടുക്കണം. ഇവലപ്പം എൻ്റെ കാര്യം നടപടിയാവുന്നതുകൊണ്ട് ഞാൻ എല്ലാ പ്രധാന കൂട്ടായി. ഒരു പാൻറ്റെങ്കിലും ഈ പെരുന്നാൾക്ക് എടുക്കണം എന്നുള്ള എൻ്റെ ആവശ്യം. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനൊന്നുമില്ല. ഞാൻ അവിടെ പോയി വാണ്ടോളം പരിധി വന്നപ്പോഴും ഇപ്പോഴും ബെൽ ഇതൊന്നും വിട്ടിട്ടില്ല. എല്ലാം പറഞ്ഞിട്ട് കാര്യമല്ലോ, ചെക്കന്മാർക്ക് എന്തൊക്കെ പറ്റിക്കൂടും. എന്തായാലും ഈ ഹംകിമകൾ ഇവിടെ എന്തിനാ വന്നുള്ള കാര്യം കൂടി പറഞ്ഞ ടൈം കാര്യമായിട്ട് കൂടുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ചെക്ക മാത്രം ആത്മാർത്ഥത്തിൽ ഡ്രസ്സ് ഉണ്ട്. പക്ഷേ ഓൻ്റെ ഡ്രസ്സിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ടിപ്പോൾ അത് എവിടെയെന്ന് കാണാനില്ല. അവസാനം അത് തെരഞ്ഞ് കണ്ടുപിടിക്കില്ല. നമ്മൾ ഇടങ്ങേറി ഡ്രസ്സ് എടുക്കാൻ വന്ന് സ്വന്തം ഡ്രസ്സ് കാണാതെ അവസ്ഥ പരിതാപകരം തന്നെയാണ്. എന്തായാലും കുറച്ച് നേരത്തെ തെരച്ചിൽ നമുക്ക് നമ്മുടെ സാധനം കിട്ടി. പിന്നെ നമ്മൾ വല്ല ചെരുപ്പൂട്ട് അടുത്ത കടയ്ക്ക് പോകണം. അങ്ങനെ കടകടാന്തരം കയറി ഇറങ്ങി ചെപ്പശ്ശേരി അങ്ങാടി മൊത്തം ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഇവിടുന്നൊന്നും നടപടിയുള്ള വിഷമത്തിൽ കൃതാർത്ഥനായിരിക്കണം നമ്മുടെ ചെക്കൻ. അങ്ങനത്തെ ചാണകം ചൂട്ടിയമാരേക്കും എൻ്റെ മോന്ത. അവിടുന്ന് പുറത്തിറങ്ങിയത് നിന്റെ കൂടെ പണ്ട് LKG പഠിച്ച ചങ്ക് പടിയെ ഞാൻ കണ്ടു. എൻ്റെ കൂടെ പഠിച്ചു ഒഴികെ വേറെ തെറ്റുകളൊന്നും എൻ്റെ ചെക്കൻ ചെയ്തിട്ടില്ല. എന്തായാലും അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അങ്ങനെ അവിടെ നമ്മൾ വല്ല വണ്ടി എടുത്ത് വെഡ പറയുകയാണ്. ഞാൻ ഒരു സാംസ്കാരിക ഭാഷ ഉപയോഗിക്കുന്ന കാരണത്തിൽ കൂടുതലൊന്നും ഞാൻ എൻ്റെ വായോണ്ട് പറയുന്നില്ല. പിന്നെ കൂടുതൽ കാണിക്കാനും പറ്റില്ല, കാരണം ഫുൾ 18+ ആണ്. ചെക്കന്മാരുടെ മാനം കപ്പൽ കയറും. അങ്ങനെ പിന്നെ അവിടെ നമ്മൾ ഡ്രസ്സ് കിട്ടാത്ത സങ്കടത്തിൽ അടുത്തൊരു കടയിൽ കയറി ചായ കുടിക്കുകയാണ്. അതിൽ നടക്കട്ടെ എന്ന്. അങ്ങനെ അവിടെ നമ്മൾ അടുത്ത കടയിലേക്ക് എത്തി. അവിടുന്ന് മാഷാ നമുക്ക് സാധനവും കിട്ടി. എന്തായാലും നമ്മൾ ചെപ്പശ്ശേരി തുടങ്ങിയ യാത്ര പട്ടാമ്പി വരെ എത്തിയിട്ടാണ് നമുക്ക് സാധനം കിട്ടുന്നത്. എന്തായാലും ഇറങ്ങിയ എല്ലാവർക്കും സാധനം നമ്മൾ ഒപ്പിച്ചിട്ട് മെല്ലെ പോരുകയാണ്. എല്ലാവർക്കും സാധനം എടുത്ത് പെരേക്ക് എത്തിയപ്പോൾ ഏറെ പുലർച്ചയിക്കണം. ഇപ്പോൾ കുളിച്ച് നേരെ പള്ളികൾ പോവാം.